വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ വീട്ടമ്മയ്ക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന പരാതിയും ഗുരുതര ആരോപണങ്ങളുമായി വീട്ടമ്മയും കുടുംബവും രംഗത്ത്. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിക്കെതിരെയാണ് അഞ്ചൽ അഗസ്ത്യക്കോട് അഭയത്തിൽ അമ്പിളി മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, DMO, റൂറൽ പോലീസ് മേധാവി, അഞ്ചൽ SHO എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 12-ന് അമ്പിളിയും മകളും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടിരുന്നു. തുടർന്ന് ഇരുവരെയും മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. അത്യാഹിത വിഭാഗത്തിൽ എത്തിയ അമ്പിളിക്ക് കാലിൽ സൈലൻസർ വീണു പൊള്ളലേൽക്കുകയും ചെറിയ രീതിയിൽ പൊട്ടൽ സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പൊട്ടലിന് മാത്രം ചികിത്സ ലഭ്യമാക്കിയ ശേഷം പൊള്ളൽ അവഗണിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാർ പറയുന്നു. വീട്ടിലെത്തി കാലിന് വേദന കൂടിയതോടെ വീണ്ടും ആശുപത്രിയിലെത്തി. അപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു മറുപടി. പിന്നീടും വേദനയ്ക്ക് കുറവില്ലാതെ വന്നതോടെ കൊല്ലത്തുള്ള മറ്റൊരു ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പൊള്ളൽ മൂലമുണ്ടായ മുറിവ് അണുബാധ ഉണ്ടാവുകയും ആ ഭാഗത്തെ മാംസം നശിക്കുകയും ചെയ്തതായി കണ്ടെത്തിയത്. തുടർന്ന് ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും മാംസം എടുത്ത് കാൽഭാഗത്ത് വയ്ക്കുകയും പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ നടത്തി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നതായും പരാതിക്കാർ വ്യക്തമാക്കി. ബൈക്ക് ആക്സിഡന്റ് നടന്ന് അങ്ങനെ മിഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് അവരപ്പം അങ്ങനെ നല്ല കെയറിങ് ഒന്നും ചെയ്യാതെ തന്നെ, നല്ല വാശിയൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഒരു ബാൻഡ് ചെയ്ത് കെട്ടിവിടുക ചെയ്ത്. അടിയിൽ നല്ല പൊള്ളലുണ്ടായിരുന്നു, 2 സൈഡിലും പൊള്ളലുണ്ടായിരുന്നു. അവരതൊന്നും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. വീണ്ടും ചെന്ന് ഓർത്തോ ഡോക്ടറെ കാണിച്ചു. ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പം ഓർത്തോ ഡോക്ടർ നോക്കിയിട്ട് സർജനെ കാണിക്കാനാണ് പറഞ്ഞത്. സർജൻ നോക്കിയിട്ട് പറഞ്ഞു അങ്ങ് ഇൻഫെക്ഷനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇതേപോലെ തുണി വെച്ച് ചുറ്റി വിടുക ചെയ്ത്. 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും എനിക്ക് വേദനയും വിങ്ങലും സഹിക്കാതെ വന്നപ്പോഴാണ് പിന്നെ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് മെഡിസിറ്റിയിലോട്ട് പോയത്. അവിടെ ചെന്ന് അഴിച്ച് നോക്കിയപ്പോഴത്തേന് കാൽ മൊത്തം ഇൻഫെക്ഷൻ ആയിപ്പോയി. അകത്തേട്ട് മാംസം എല്ലാം ചത്തുപോയി. തുണി ബാൻഡേജ് മാറ്റിയപ്പോഴത്തേനും മാംസവും തൊലിയും കൂടെ ഇളകി വരുന്ന രീതിയിലായിപ്പോയായിരുന്നു. അപ്പോൾ പൊട്ടൽ ചെറിയതായ രീതിയിലേ ഉള്ളായിരുന്നു. ഈ മറ്റേ സൈലൻസർ തട്ടി പൊള്ളിയത് അവർ കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചില്ല. അതിൻ്റെ പേരിലാണ് എൻ്റെ കാലിൽ നിന്ന് ഒരുപാട് മാംസം ഇളക്കി മാറ്റി. കാല് കണ്ട ഒരു വികൃത രൂപമായിട്ടിരിക്കുകയാണ്. 2 സർജറി കഴിഞ്ഞ് എനിക്കിപ്പം നടക്കാൻ ഇനി എത്ര നാൾ എടുക്കുമെന്ന് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലിരിക്കുക എൻ്റെ കാലിൻ്റെ അവസ്ഥ. ചെറിയ തുകയിൽ ഒതുങ്ങേണ്ട ചികിത്സ ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവാകുന്ന തരത്തിലേക്കാണ് നീങ്ങിയത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് അമ്പിളി ആരോപിക്കുന്നു. ഭർത്താവ് മരണപ്പെട്ട അമ്പിളി ചെറിയ കട നടത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. നടക്കാൻ കഴിയാതായതോടെ ഇപ്പോൾ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ്. തന്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആശുപത്രിയിലുണ്ടായ അശ്രദ്ധയും ചികിത്സയിലുണ്ടായ പിഴവുമാണെന്നും ഏതറ്റം വരെയും നിയമ പോരാട്ടം നടത്തുമെന്നും അമ്പിളിയുടെ പിതാവും വ്യക്തമാക്കി. ഇതെൻ്റെ മകളാണ്. ഇയാൾക്ക് കഴിഞ്ഞ് 12/2/2026 ഫെബ്രുവരിയിൽ നടന്ന ആക്സിഡൻറ്റിന് വഴിയെ പോയ ആളുകൾ കാറിൽ അവിടെ കൊണ്ടെത്തിക്കുകയും അവിടെ ചെന്ന് മെയിൻ ഓർത്തോ ഡോക്ടർ ഉണ്ടായിട്ട് അവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന ഡ്യൂട്ടി ഡോക്ടർ എൽബോർഡാണെന്ന് എൻ്റെ ബലമായ വിശ്വാസം. ഒരു ഡോക്ടറേതായ ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ ചികിത്സ, അശാസ്ത്രീയമായ രീതിയിലും തെറ്റായ രീതിയിലുള്ള ചികിത്സ വന്നതിനാൽ കാലിൽ പൊള്ളലായിരുന്നു. അത് നോക്കാതെ അവർ മരുന്ന് വെച്ച് കെട്ടി എല്ലാം ബാൻഡേജും പാഡും ഒക്കെ വെച്ച് കെട്ടി ഇങ്ങ് വിടുകയാണ് ചെയ്തത്. ഇത് 5 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞെങ്കിലും 3-ൻ്റെ അന്നായപ്പം പഴുപ്പും നീരും വേദനയും കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് മെയിൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞത് എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മറ്റു ഡോക്ടറെ സർജനെ കാണിക്കാൻ. അങ്ങനെ സർജനെ കാണിച്ചപ്പോൾ പുള്ളി മരുന്നുകളെല്ലാം വെച്ച് കെട്ടിയിട്ടങ്ങ് വിടുകയാണ് ചെയ്തത്. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞ് വരാൻ വീണ്ടും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴുപ്പും വേദനയും കാരണം വളരെ കൂടുതലായതിനാൽ കൊല്ലം മെഡിസിറ്റിയിൽ കൊണ്ടുപോയി ഓർത്തോ ഡോക്ടറെ കാണിക്കുകയും അപ്പോൾ ഓർത്തോ ഡോക്ടറെ നോക്കി എക്സ്റേ എടുത്തതിന് ശേഷം പറഞ്ഞു പ്ലാസ്റ്റിക് സർജറിയിലെ ഡോക്ടറെ കാണിക്കണം. തൊലിയും എല്ലാം മാംസവും തൊലിയും എല്ലാം വെണ്ടുപോയി വളരെ ഗുരുതരമായ രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി സാംസൺ സാമുവൽ എന്ന് പറയുന്ന ഡോക്ടറാണ് പുള്ളി വന്ന് കണ്ട അന്ന് രാത്രി തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്ത് എല്ലാം മാറ്റിയതിന് ശേഷം ഒരാഴ്ച 12 ദിവസം 10 ദിവസം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇന്നും പോയി വരുവാണ്. ആംബുലൻസിനകത്താണ് കൊണ്ടുപോവുകയും വരികയും എല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ ആരോപണങ്ങൾ തള്ളുകയാണ് മിഷൻ ആശുപത്രി അധികൃതർ. കൃത്യമായ ചികിത്സ നൽകിയിരുന്നു. ഓർത്തോ സർജൻ ഉൾപ്പെടെയുള്ളവരെ കാണിക്കുകയും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് എത്തിയില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ആശുപത്രിയിൽ പിഴവുണ്ടായെന്നത് അവാസ്തവമാണെന്നും ഇവർ വ്യക്തമാക്കി. നാട്ടുവാർത്ത, അഞ്ചൽ.